പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ലോക്സഭ എന്താണ്, രാജ്യസഭ എന്താണ്, അവരുടെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് യൂണിയൻ എക്സിക്യൂട്ടീവ്. യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടേറിയ ഭാഗങ്ങളൊന്നുമില്ല. നമ്മുടെ ഇന്ത്യൻ്റെ പ്രസിഡൻറ്റ്, ഇന്ത്യൻ്റെ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയിലെ മറ്റ് മന്ത്രിമാർ, ഇവരുടെയൊക്കെ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിനെ കുറിച്ച് സ്ഥിരമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് എന്നുള്ള നമ്മുടെ ഈ പേപ്പറിൽ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ഇന്ത്യൻ്റെ പ്രസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് ആർട്ടിക്കിൾ 53 അനുസരിച്ചിട്ടൊരു പ്രസിഡൻ്റ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇന്ത്യൻ്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 53 നമ്മുടെ രാജ്യത്തിനൊരു പ്രസിഡൻറ്റ് ഉണ്ടായിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അല്ലേ. അപ്പോൾ രാജ്യത്തിൻ്റെ മൊത്തം എക്സിക്യൂട്ടീവ് അധികാരങ്ങളും രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ കൈവശമായിരിക്കും ഉണ്ടായിരിക്കുക. രാജ്യത്തിൻ്റെ മൊത്തം അധികാരങ്ങൾ, അതായത് നമുക്കറിയാം രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ അവസാനം ഒപ്പിടേണ്ട വ്യക്തി പ്രസിഡൻ്റാണെന്ന് പറഞ്ഞു. നമ്മൾ ലോ മേക്കിംഗ് പ്രൊസീജിയർ, രാജ്യത്ത് നിയമങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിൽ പറഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ പ്രസിഡൻറ്റിനെ ഇനി എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ പ്രസിഡൻറ്റിനെ നമ്മളാരും വോട്ട് ചെയ്തിട്ടല്ല തിരഞ്ഞെടുക്കുന്നത് അല്ലേ. നമുക്ക് ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല. പകരം ലോകസഭയിലെയും രാജ്യസഭയിലെയും MP-മാരും സംസ്ഥാന നിയമസഭകളിലെ MLA-മാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭകളിലെ MLA-മാരൊക്കെ അടങ്ങുന്ന വിഭാഗമാണ് എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇന്ത്യൻ പാർലമെൻറ്റിലെ ഈ മെമ്പർമാർ, അതായത് പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന വിഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഇലക്ടറൽ കോളേജ് എന്നുള്ളത് കേട്ടോ. ഇലക്ടറൽ കോളേജ് എന്നുള്ളത് പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്ന വിഭാഗത്തെ പറയുന്ന പേരാണ്. അപ്പോൾ ഇലക്ടറൽ കോളേജാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് ഈ ഇലക്ടറൽ കോളേജിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ചിലപ്പോൾ ഇലക്ടറൽ കോളേജ് എന്നുള്ളത് 2 മാർക്കിനുള്ള ചോദ്യങ്ങളിൽ വരാറുണ്ട്. പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അധികാരമുള്ള വിഭാഗത്തെയാണ് ഇലക്ടറൽ കോളേജ് എന്ന് പറയാം. അതിൽ ആരൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിലെ, അതായത് ലോകസഭയിലെയും രാജ്യസഭയിലെയും MP-മാർ, പിന്നെ സംസ്ഥാന നിയമസഭകളിലെ MLA-മാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭകളിലെ MLA-മാർ അടങ്ങുന്ന വിഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഇലക്ടറൽ കോളേജ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇലക്ടറൽ കോളേജാണ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുക. ഇനി അവരുടെ വോട്ടിംഗ് സിസ്റ്റം, അതും ഇൻഡയറക്റ്റ് വോട്ടിംഗ് സിസ്റ്റമാണ്. അതായത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റത്തിലൂടെയാണ് അവരെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം എന്നാണ് ഈ ഒരു വോട്ട് സിസ്റ്റത്തിന് പറയാം. അങ്ങനെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ആ രീതിയിലാണ്. ഇനി ഇന്ത്യൻ്റെ പ്രസിഡൻ്റ് ആവാൻ എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് ആണ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ഭാഗം, ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻസ്. അപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യൻ പ്രസിഡൻ്റ് ആവണമെങ്കിൽ എന്തെല്ലാം യോഗ്യതകൾ വേണമെന്നുള്ളതാണ്. ഒന്നാമത്തേത് നമുക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ്, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അല്ലേ. എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യക്കാരനായിരിക്കണം. രണ്ടാമത്തത് ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് ദി ഏജ് ഓഫ് 35 ഇയേഴ്സ്, 35 വയസ്സുണ്ടായിരിക്കണം. ഓക്കെ, 35 വയസ്സുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ്റെ പ്രസിഡൻ്റ് ആവാൻ പറ്റുള്ളൂ. മൂന്നാമത്തത് പറയുന്നത് ഷുഡ് ബി ക്വാളിഫൈഡ് ഫോർ എലക്ഷൻ ആസ് എ മെമ്പർ ഓഫ് ദി ഹൗസസ് ഓഫ് ദി പാർലമെൻറ്റ്, അതായത് പാർലമെൻറ്റിൻ്റെ ലോകസഭയിലും രാജ്യസഭയിലൊക്കെ പങ്കെടുക്കാനുള്ള, അല്ലെങ്കിൽ അതിനൊക്കെ അർഹതയുള്ള ഒരാളായിരിക്കണം ഇന്ത്യൻ്റെ പ്രസിഡൻ്റ് ആവേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ലോകസഭയുടെ രാജ്യസഭയുടെയൊക്കെ മെമ്പർ ആവാനുള്ള യോഗ്യത ഉള്ള വ്യക്തി കൂടിയായിരിക്കണം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ട ആൾ. മറ്റൊന്ന് പറയുന്നത് ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ദി സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. നമ്മുടെ രാജ്യത്തിൻ്റെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിലോ കേന്ദ്ര ഗവൺമെൻറ്റിലോ ഒന്നും ഏതെങ്കിലും തരത്തിൽ പ്രോഫിറ്റ് കിട്ടുന്ന, അതായത് വരുമാനം കിട്ടുന്ന ജോലിയിലോ മറ്റോ ഉള്ള ആളാവാൻ പാടില്ല എന്നുള്ളതും പറയുന്നുണ്ട്. അഞ്ചാമത്തേത് പറയുന്നത് കനോട്ട് ബി എ മെമ്പർ ഓഫ് എയ്തർ ഹൗസസ് ഓഫ് പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ഏതെങ്കിലും പാർലമെൻറ്റിലെ മെമ്പർ ആവാനും പാടില്ല. പാർലമെൻറ്റിലെ മെമ്പർ ആയിരിക്കെ മത്സരിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് പാർലമെൻറ്റിലെ മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ട് എന്ത് ചെയ്യാം, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാം. ഇത്രയാണ് ക്വാളിഫിക്കേഷൻസ് വരുന്നത് കേട്ടോ. ഇനി ഈ പ്രസിഡൻറ്റിൻ്റെ ടേമാണ് പറയുന്നത്. ടേം എന്ന് പറയുമ്പോൾ കാലാവധി എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പ്രധാനമായിട്ടും ഇന്ത്യയിൽ പ്രസിഡൻറ്റിൻ്റെ ടേം എന്ന് പറയുന്നത് 5 വർഷമാണ്. 5 വർഷത്തേക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇനി 5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തെ തന്നെ വീണ്ടും എന്ത് ചെയ്യാൻ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. അപ്പോൾ 5 വർഷമാണെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. 2 തവണ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, 3-ാം തവണ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അങ്ങനെ ഇത്ര തവണ എന്ന് പറയുന്നില്ല. പകരം ഒരു ടേം എന്ന് പറയുന്നത് 5 വർഷമാണ് കേട്ടോ.
അപ്പം എത്ര തവണ വേണമെങ്കിലും മത്സരിക്കുന്നതിനും തിരഞ്ഞെടുക്കുന്നതിനൊക്കെ വീണ്ടും അധികാരമുണ്ട്. ഇനി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് സ്വയം രാജിവെച്ച് പോകുന്നതിനും ഇന്ത്യയിൽ പ്രസിഡൻറ്റിന് അധികാരമുണ്ട്. ഓക്കെ, രാജിവെച്ച് പോകാം പ്രസിഡൻറ്റിന് വേണമെങ്കിൽ. ഇനി ഏതെങ്കിലും തരത്തിൽ പ്രസിഡൻറ്റിനെ പുറത്താക്കേണ്ടി വന്നാൽ അത്തരം പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് ഇംപീച്ച്മെൻറ്റ് കേട്ടോ. പ്രസിഡൻറ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പ്രസിഡൻറ്റ് അൾഷിമേഴ്സ് രോഗം ബാധിച്ചു എന്ന് വിചാരിക്കുക, മറവി രോഗം, അദ്ദേഹത്തിന് ഓർമ്മശക്തി തിരിച്ച് കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് സംഗതി ആ ഒരു പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് ഇരിക്കുക എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പ്രസിഡൻറ്റിനെ പുറത്താക്കണം എന്നുണ്ടെങ്കിൽ അത്തരം അവസരങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ആ പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് ഇംപീച്ച്മെൻറ്റ് കേട്ടോ. ഇംപീച്ച്മെൻറ്റ്, അതായത് പ്രസിഡൻറ്റിനെ, വൈസ് പ്രസിഡൻറ്റിനെ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെയൊക്കെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ് ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇംപീച്ച്മെൻറ്റിന് പുറത്താക്കണമെങ്കിലും വലിയ രീതിയിലുള്ള കടമ്പുണ്ട്. അത് പറയുന്നത് 14 ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകണം. കൂടാതെ സഭയിൽ 3/2 ഭൂരിപക്ഷത്തിൽ പ്രസിഡൻറ്റിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയം പാസ്സാക്കുകയൊക്കെ വേണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രസിഡൻറ്റിനെ പുറത്താക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ പ്രസിഡൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയൊക്കെ വേണം. അപ്പോൾ ആ രീതിയിൽ പ്രസിഡൻറ്റിനെ ടേം 5 വർഷമാണെന്ന് നമ്മൾ പറഞ്ഞു. 5 വർഷം മാത്രമല്ല, പിന്നീട് അദ്ദേഹത്തിന് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. ഇനി അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് ഇംപീച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് സാലറി. ഓക്കെ, പ്രസിഡൻറ്റിൻ്റെ സാലറി എന്നുള്ളതാണ്. ഇന്ത്യ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന ഒരു വ്യക്തിയായിരിക്കും ഇതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ സാലറി ഇപ്പോൾ ഇതിൽ കൊടുത്തത് പ്രധാനമായിട്ടും 5 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ സാലറി ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇന്ത്യ രാജ്യത്തെ ഇപ്പോൾ സ്വകാര്യ മേഖലയിലൊക്കെ അതിലേറെ സാലറി ഉള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. ഔദ്യോഗിക തലത്തിൽ നമ്മുടെ സംവിധാനത്തിൽ, ഗവൺമെൻറ് സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന വ്യക്തി ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി മറ്റുള്ള ആ സംവിധാനങ്ങളും, രാജ്യത്തുള്ള സഞ്ചാരം, വിദേശത്തേക്കുള്ള സഞ്ചാരം, മറ്റ് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും രാജ്യത്ത് ഫ്രീ ആയിരിക്കും എന്നുള്ളതും പറയുന്നുണ്ട്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനുള്ള പ്രിവിലേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പ്രസിഡൻറ്റിന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട പ്രിവിലേജ്, ഹി ഈസ് നോട്ട് ആൻസറബിൾ ടു എനി കോർട്ട് ഓഫ് ലോ ഫോർ ദി പെർഫോമൻസ് ഓഫ് ഹിസ് ഓർ ഹെർ ഡ്യൂട്ടീസ്. അയാളിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിനെ കോടതിയിൽ ചോദ്യം ചെയ്യാനോ മറ്റൊന്നും സാധിക്കുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് കോടതിയിൽ പോയിട്ട് അതിനൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തേത് പറയുന്നത് നോ ക്രിമിനൽ പ്രൊസീഡിങ്സ് ക്യാൻ ബി ഇനീഷ്യേറ്റഡ് അഗൈൻസ്റ്റ് ഹിം ഓർ ഹെർ. അതായത് പ്രസിഡൻറ്റ് സ്ഥാനത്തുള്ള ആൾക്കെതിരെ ക്രിമിനൽ നടപടികളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ദെൻ മൂന്നാമത് പറയുന്നത് നോ വാറൻറ്റ് ക്യാൻ ബി ഇനീഷ്യേറ്റഡ് അഗൈൻസ്റ്റ് ഹിം ഓർ ഹെർ. പ്രസിഡൻറ്റ് സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു അറസ്റ്റ് വാറൻറ്റ് പോലുള്ള സംഗതികളൊന്നും ഉന്നയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി നാലാമതായിട്ട് സിവിൽ കേസസ് വരികയാണെങ്കിൽ 2 month നോട്ടീസ് ഷുഡ് ബി ഗിവൺ ടു ഹിം ഓർ ഹെർ. പ്രസിഡൻറ്റ് സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് 2 മാസം മുമ്പേ നോട്ടീസ് നൽകിയിരിക്കണം, സിവിൽ കേസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, ആ രീതിയിൽ ഒരുപാട് പ്രിവിലേജസ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. ഇനി പ്രസിഡൻറ്റിൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് എക്സാമിന് കൂടുതൽ ചോദിക്കാറുള്ളത് ഈ ഒരു ക്വസ്റ്റ്യനാണ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇന്ത്യൻ പ്രസിഡൻറ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് പ്രസിഡൻറ്റിന് ഒരുപാട് അധികാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ താഴെ പറയുന്ന രീതിയിലേക്ക് ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്, എന്തെല്ലാം അധികാരങ്ങളാണ് പ്രസിഡൻറ്റിനുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങൾ പ്രധാനമായിട്ടും വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. 7 അധികാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തേതിനെ വിളിക്കുന്ന പേരാണ് എക്സിക്യൂട്ടീവ് പവേഴ്സ്. രണ്ടാമത്തേത് ലെജിസ്ലേറ്റീവ് പവേഴ്സ്. മൂന്നാമത്തേത് ജുഡീഷ്യൽ പവേഴ്സ്. നാലാമത്തേത് മിലിറ്ററി പവേഴ്സ്. അഞ്ചാമത്തേത് ഡിപ്ലോമാറ്റിക് പവേഴ്സും. ആറാമത്തേത് ഫിനാൻഷ്യൽ പവേഴ്സ്. ഏഴാമത്തേത് എമർജൻസി പവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട അധികാരങ്ങളുണ്ട്. ഇനി നമുക്ക് ഓരോന്നും എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ പറയുന്നതാണ് ഒന്നാമത്തേത് എക്സിക്യൂട്ടീവ് പവേഴ്സ്. ഓക്കെ, രാജ്യത്തെ എക്സിക്യൂട്ടീവായിട്ടുള്ള, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും അല്ലെങ്കിൽ പദവികളൊക്കെ എല്ലാം അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. അതിൽ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് പവേഴ്സിൽ പറയുന്നതാണ്, ഒന്ന്, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. ഓക്കെ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സത്യവാചകം ചൊല്ലി കൊടുക്കേണ്ട ഉത്തരവാദിത്തം പ്രസിഡൻറ്റിനാണുള്ളത്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണെന്ന് പറയാം. ഇനി മറ്റ് മന്ത്രിമാരെ നിയമിക്കുന്നതും പ്രസിഡൻ്റാണ്. ഓക്കെ, ഇനി ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതിയിലെ ജഡ്ജിമാർ, സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ, ഇനി രാജ്യത്തെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള ഗവർണർമാർ, രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട അംബാസിഡർമാർ, അങ്ങനെ അറ്റോർണി ജനറൽ, ഹൈ കമ്മീഷണർ, പിന്നെ UPSCയുടെ ചെയർമാൻ,
ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഫിനാൻസ് കമ്മീഷണർ, അങ്ങനെയുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ പൊസിഷനിലേക്കുള്ള ആളുകളെ നിയമിക്കുന്നതും പ്രസിഡൻ്റ് ആണെന്നുള്ളതാണ് പറയുന്നത്. അതാണ് എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, രാജ്യത്തെ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് അധികാരങ്ങളൊക്കെ അല്ലെങ്കിൽ ആ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കേണ്ട വ്യക്തികളൊക്കെ നിയമിക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തേതാണ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്. ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ അല്ലേ. നിയമനിർമ്മാണം, നമ്മൾ ലെജിസ്ലേറ്റീവ് ബോഡി അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നൊക്കെ പറയാറുണ്ടല്ലോ. ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾ. അപ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രസിഡൻറ്റിന് കൃത്യമായ അധികാരങ്ങളുണ്ടെന്നാണ്. അതിൽ പ്രധാനപ്പെട്ട അധികാരങ്ങളാണ് ഇനി പറയുന്നത്. ഇന്ത്യൻ നിയമനിർമ്മാണ സംവിധാനമായ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും വിളിച്ചു കൂട്ടുന്നതിനും അവ പിരിച്ചുവിടുന്നതിനൊക്കെയുള്ള അധികാരം ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിനാണുള്ളത്. അതായത് ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിന് ഓരോ സമയത്തും എന്ത് ചെയ്യാം, പാർലമെൻറ്റ് വിളിച്ചു ചേർക്കാം, പിരിച്ചുവിടാം, അതിനൊക്കെയുള്ള അധികാരം ഉണ്ടെന്നുള്ളതാണ്. ഇനി രാജ്യസഭയിലേക്ക് 12 പേരെ നോമിനേറ്റ് ചെയ്യാൻ പ്രസിഡൻറ്റിന് അധികാരമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 250 മെമ്പർമാരാണ് രാജ്യസഭയിൽ ഉണ്ടാവുക. അതിൽ 238 പേര് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവരായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ പറയുന്നതാണ് 12 പേരെ. അപ്പോൾ 238 പേര് കഴിഞ്ഞാൽ ബാക്കി 12 പേരെ നിയമിക്കാനുള്ള, നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യയുടെ പ്രസിഡൻറ്റിനാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതോടൊപ്പം പറയുന്നത്, എല്ലാ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യത്തെ മീറ്റിങ്ങിൽ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനുള്ള അധികാരവും ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ചില ബില്ലുകൾ പ്രസിഡൻറ്റിൻ്റെ അനുമതി ഇല്ലാതെ സഭയിൽ അവതരിപ്പിക്കാൻ തന്നെ സാധിക്കുകയില്ല. അപ്പം ബില്ലുകൾ അവതരിപ്പിക്കുന്ന കാര്യത്തിലും ഇന്ത്യൻ പ്രസിഡൻറ്റിന് അധികാരങ്ങളുണ്ട്. ഇനി പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ബില്ലുകളും സാമ്പത്തിക കാര്യങ്ങളുടെ ബില്ലുകളൊക്കെ പിന്നെ രാജ്യത്തെ ഭാഷകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ രൂപീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവയെല്ലാം പ്രസിഡൻറ്റിൻ്റെ അനുമതി വാങ്ങൽ നിർബന്ധമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി ഏതൊരു ബില്ലും നിയമമായിട്ട് മാറണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ബില്ലായിട്ടാണ് എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുക. ആ ബില്ലൊക്കെ നിയമങ്ങളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിൽ അന്തിമമായി ഒപ്പുവെക്കേണ്ടത് പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റ് ഒപ്പുവെച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു ബില്ല് നിയമമായി മാറുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇനി പ്രസിഡൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ബില്ലുകളൊക്കെ അവതരിപ്പിച്ചു പ്രസിഡൻറ്റിന് ഒപ്പിടാൻ വേണ്ടിയിട്ട് പ്രസിഡൻറ്റിന് സമർപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അത്തരം അവസരത്തിൽ ബില്ലിൽ ഒപ്പുവെക്കാനോ ഇനി തിരിച്ചയക്കാനോ അല്ലെങ്കിൽ ബില്ലിൽ ഒപ്പിടാതെ തിരിച്ചയക്കാതെ അവ പിടിച്ചു വെക്കാനൊക്കെ ഉള്ള അധികാരം ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഇന്ത്യൻ പ്രസിഡൻറ്റിന് നിലനിൽക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 123 അനുസരിച്ചിട്ട് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ഉത്തരവ് അല്ലെങ്കിൽ അതിനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡൻറ്റിന് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് സമ്മേളിക്കാത്ത അവസരത്തിൽ എന്തെങ്കിലും പ്രത്യേക തീരുമാനം വേണമെന്നുണ്ടെങ്കിൽ അവ പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെയാണ് ഓർഡിനൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇലക്ഷൻ കമ്മീഷന്, UPSC, ഫിനാൻസ് കമ്മീഷന്, അങ്ങനെ രാജ്യത്തുള്ള വ്യത്യസ്ത സംവിധാനങ്ങൾ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, പിന്നെ മറ്റ് കമ്മീഷനുകളിൽ നിന്നും പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നൊക്കെ റിപ്പോർട്ട് ആവശ്യപ്പെടാനുള്ള, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ ആവശ്യപ്പെടാനുള്ള അധികാരവും ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിനുണ്ട്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ജുഡീഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ജുഡീഷ്യൽ പവേഴ്സ് അല്ലെങ്കിൽ ജുഡീഷ്യൽ ഫങ്ഷൻസ്, കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ കോടതി സംവിധാനങ്ങളുടെയും നിയമനങ്ങളൊക്കെ നടത്തുന്നത് പ്രസിഡൻ്റാണ്. അതായത് രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, മറ്റ് സംസ്ഥാനങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാർ. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരെന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസുമാർ, അങ്ങനെയുള്ള കോടതി സംവിധാനങ്ങളിലെ പ്രധാനപ്പെട്ട നിയമനങ്ങളെല്ലാം പ്രസിഡൻ്റാണ് നടത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ജുഡീഷ്യൽ പവേഴ്സിൻ്റെ പരിധിയിൽ വരുന്നതാണ്. മറ്റൊന്ന് പറയുന്നത് കുറ്റവാളികൾ, അതായത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് കുറ്റവാളികളുണ്ടാവും. അവർക്ക് ശിക്ഷാകാര്യത്തിൽ ഇളവ് നൽകുന്നതിനുള്ള അധികാരം, അല്ലെങ്കിൽ ശിക്ഷ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള, ശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്നതിനുള്ള അധികാരമൊക്കെ ഇന്ത്യൻ പ്രസിഡൻറ്റിനുണ്ട്. ഇനി ചില കുറ്റവാളികൾക്ക് പൂർണ്ണമായും മാപ്പ് നൽകുന്നതിനുള്ള അധികാരവും ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിനുണ്ട് എന്നുള്ളതാണ്. അപ്പം പല രീതിയിലും ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രസിഡൻറ്റിന് അധികാരമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് മിലിറ്ററി ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ രാജ്യത്ത് മൊത്തം സൈനിക സംവിധാനങ്ങൾ 3 രീതിയിലാണ് നിലനിൽക്കുന്നത് അല്ലേ. നമുക്ക് കരസേനയുണ്ട്, നാവികസേനയുണ്ട്, വ്യോമസേനയുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട 3 സൈനിക വിഭാഗമാണ് നമുക്കുള്ളത്. ഈ 3 സൈനിക വിഭാഗത്തിൻ്റെയും ഹെഡായിട്ട് അറിയപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ തലവനായിട്ട് അറിയപ്പെടുന്ന ആളാണ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മിലിറ്ററി 3 തരത്തിലുള്ള മിലിറ്ററി, കരസേന, വ്യോമസേന, നാവികസേന, ഈ 3 മിലിറ്ററി സംവിധാനത്തിൻ്റെയും ഒഫീഷ്യൽ ഹെഡായിട്ട് അറിയപ്പെടുന്ന ആൾ ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. ഇനി നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യണം, അപ്പോൾ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരം ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിനാണുള്ളത്. അതോടൊപ്പം യുദ്ധം അവസാനിപ്പിക്കാനൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അധികാരവും ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിനാണ് ഉള്ളത്. ഇതൊക്കെ മിലിറ്ററി പവേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫങ്ഷനാണ് ഡിപ്ലോമാറ്റിക് പവേഴ്സ് കേട്ടോ. ഡിപ്ലോമാറ്റിക് പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട അധികാരങ്ങളെയാണ് ഡിപ്ലോമാറ്റിക് പവേഴ്സ് എന്ന് പറയട്ടോ. അപ്പോൾ നയതന്ത്രപരമായ ബന്ധങ്ങൾ അല്ലെങ്കിൽ അധികാരങ്ങൾ. അപ്പോൾ നമ്മുടെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായി മറ്റ് രാജ്യങ്ങളിൽ വ്യക്തികളെ നിയമിക്കുന്നതിനും അംബാസഡർമാരെയും ഹൈ കമ്മീഷണർമാരെ നിയമിക്കുന്നതിനൊക്കെയുള്ള അധികാരം ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിനുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത്, ഇപ്പോൾ അമേരിക്കയിൽ നമ്മുടെ രാജ്യത്തിനൊരു എംബസി ഉണ്ടാവും, അവിടെ ആരൊക്കെ നിശ്ചയിക്കണം അല്ലെങ്കിൽ അവിടെ ആരൊക്കെ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം, ഇങ്ങനെ ഡിപ്ലോമസിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിനാണ് ഉള്ളത്. ഓക്കെ. ഇനി പല വിദേശ രാജ്യങ്ങളിലൊക്കെ വെച്ച് നടക്കുന്ന ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ ഉണ്ടാവും, അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ. ആ സമ്മേളനങ്ങളിലൊക്കെ ഇന്ത്യൻ്റെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നതിനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡൻറ്റിനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്തെ വ്യത്യസ്ത അന്താരാഷ്ട്ര കോൺഫറൻസുകളിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നതിന് അല്ലെങ്കിൽ രാജ്യത്ത് പ്രതിനിധീകരിച്ച് അവിടെ പങ്കെടുക്കുന്നതിനൊക്കെയുള്ള അധികാരം ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി വേറൊരു രാജ്യവുമായിട്ട് കരാർ ഒപ്പിടുന്നതിനുള്ള അധികാരമുണ്ട്. മറ്റു രാജ്യവുമായിട്ട് പ്രസിഡൻറ്റിന് കരാർ ഒപ്പിടാം. ഇനി നിലവിലുള്ള കരാറുകൾ റദ്ദാക്കുന്നതിനുള്ള അധികാരം ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിനുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഡിപ്ലോമാറ്റിക് പവേഴ്സ്, മറ്റ് രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ കൃത്യമായ അധികാരം ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിനുണ്ട്. ഓക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ഫിനാൻഷ്യൽ പവേഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫങ്ഷൻസ്. ഭരണഘടന പ്രസിഡൻറ്റിന് വ്യത്യസ്ത തരത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ അധികാരം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പാർലമെൻറ്റിൽ ഓരോ ബില്ലുകളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് മണി ബില്ല് അവതരിപ്പിക്കുന്നതിന് പ്രസിഡൻറ്റിൻ്റെ മുൻകൂർ അനുവാദം വാങ്ങിയിരിക്കണം എന്നുള്ളതാണ്. അത് മണി ബില്ലെന്ന് പറയുമ്പോൾ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പുതിയ സാമ്പത്തികമായിട്ട് വലിയ ചിലവുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ടൊക്കെ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനങ്ങൾ പ്രസിഡൻറ്റിന് മുൻകൂർ അനുമതി വാങ്ങിയ ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇനി രാജ്യത്തിൻ്റെ സാമ്പത്തിക നിയന്ത്രണം കൊണ്ടുവരാണെന്ന് വിചാരിക്കുക. പല സമയത്തും രാജ്യത്ത് സാമ്പത്തിക നിയന്ത്രണം ആവശ്യമായി വരാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ നിയന്ത്രണം കൊണ്ടുവരാനുള്ള അധികാരം, അതുമായി ബന്ധപ്പെട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, പിന്നെ ഫിനാൻഷ്യൽ കമ്മീഷന്, ഇങ്ങനെയുള്ള വിഭാഗത്തോടൊക്കെ റിപ്പോർട്ടുകൾ ആവശ്യപ്പെടാനും അവരെയൊക്കെ നിയമിക്കാനും അല്ലെങ്കിൽ അവരെ കൃത്യമായി നിയന്ത്രിക്കാനൊക്കെ ഉള്ള അധികാരം ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിനുണ്ട് എന്നുള്ളതാണ് ഫിനാൻഷ്യൽ പവേഴ്സിൽ പറയുന്നത്. ഓക്കെ. ഇനി യൂണിയൻ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന ബജറ്റ് ഉണ്ടാവില്ലേ, നമ്മൾ എല്ലാ വർഷവും ഫെബ്രുവരി മാസം കഴിഞ്ഞാൽ ബജറ്റ് അവതരിപ്പിക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ ഈ മാസത്തിൻ്റെ ബജറ്റിൽ കൃത്യമായ അനുമതി നൽകാനുള്ള അധികാരം ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിനാണുള്ളത്. അതോടൊപ്പം യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ആനുവൽ റിപ്പോർട്ട് അംഗീകരിക്കാനും പ്രസിഡൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ പെട്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി എമർജൻസി പവേഴ്സ് കേട്ടോ. എമർജൻസി പവേഴ്സ് എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അധികാരങ്ങളാണ് എമർജൻസി പവേഴ്സ്. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായും 3 തരത്തിലാണ് അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ പറയുന്നത് ഒന്ന് ദേശീയ അടിയന്തരാവസ്ഥ. നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം പ്രസിഡൻറ്റിനുണ്ട്. അതിൻ്റെ ആർട്ടിക്കിൾ 352 കേട്ടോ ദേശീയ അടിയന്തരാവസ്ഥയുടേത്. രണ്ടാമത്തേതാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിനുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിലോ തമിഴ്നാട്ടിലൊക്കെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അങ്ങനെ അധികാരമുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രസിഡൻറ്റിന് അധികാരം നൽകുന്ന വകുപ്പ് ആർട്ടിക്കിൾ 356 കേട്ടോ, കൃത്യമായിട്ട് ഓർമ്മിക്കണം. മൂന്നാമത്തെ പറയുന്നതാണ് ഫിനാൻഷ്യൽ എമർജൻസി. ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ അല്ലേ. രാജ്യത്ത് സാമ്പത്തിക കാര്യത്തിൽ അല്ലെങ്കിൽ
സാമ്പത്തികമായിട്ട് രാജ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അപ്പം സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 360 അങ്ങനെ 3 തരത്തിലാണ് എമർജൻസി രാജ്യത്ത് നിലനിൽക്കുന്നത് അടിയന്തരാവസ്ഥ. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ 3 തരത്തിലുണ്ടെങ്കിൽ ആ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരവും ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിനാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി എപ്പോഴാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് രാജ്യം വിദേശ ആക്രമണം നേരിടുകയാണ്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളിൽ വീഴ്ച വരികയാണ്, അങ്ങനെ ഉള്ള അവസരങ്ങളിലൊക്കെയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. ദെൻ ഇത് നമ്മൾ ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ വരുന്നതാണ് ആർട്ടിക്കിൾ 356 സംസ്ഥാനത്തെ അടിയന്തരാവസ്ഥ. ഓരോ സംസ്ഥാനത്ത് കേരളത്തിൽ, തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കർണാടകയിൽ അങ്ങനെ ഓരോ സംസ്ഥാനത്തും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിൾ 356 ഫിനാൻഷ്യൽ എമർജൻസി, സാമ്പത്തിക കാര്യത്തിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 360 അനുസരിച്ചിട്ടാണ് പ്രഖ്യാപിക്കുക. ഓക്കെ, ഈ രീതിയിൽ 3 തരത്തിലാണ് അടിയന്തരാവസ്ഥയുള്ളത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താണ് പ്രസിഡൻറ്റിൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, പ്രസിഡൻറ്റിൻ്റെ ടേംസ് എത്ര കാലമാണ്, എങ്ങനെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതൊക്കെയാണ് പിന്നെ പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.